ഞാനാണയിട്ടാൽ അത് നടന്ന് വിട്ടാൽ. എന്താണിട്ടത്? കാണുമ്പോഴൊക്കെ പാപ്പം പാപ്പം എന്ന് പറയല്ലാതെ ആ ഒടുക്കത്തെ ചെട്ടേര് ഇവിടെ നടക്കുന്ന എന്താന്ന് പറഞ്ഞു കാണുകയില്ല. എന്റെ പൊന്നും വാദ്യാരെ, ഇന്ന് 5:30 ബോട്ടിനെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നില്ലെങ്കിൽ ഇവിടെ നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ആ കാണുന്ന പുഴയിലെ ഈ ചന്ദ്രാപ്പിരിക്കാര് ഉറുമീസിന് ചവ പോന്തു. അത് കാണാൻ ഇഷ്ടണ്ടാവില്ലല്ലോ. അത് മാത്രല്ല, പിന്നീട് അവിടെ കിടന്ന് വെള്ളം കയറി വീർക്കുമ്പോ നാട്ടുകാർ പോലീസിനെ കൊണ്ടുവരും. വാഴപ്പോള പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒഴുകി നടക്കും. കണ്ട പൊത്തലും നെത്തലും മാക്രിയും പാമ്പും എല്ലാം കൂടി കടിച്ചു വലിച്ച് താഴോട്ട് കൊണ്ടുപോകും. അവിടെ കിടന്ന് ഞാൻ ശ്വാസം മുട്ടി മരിക്കും. മരിച്ചില്ലേ? ഇല്ലേ? ഇല്ല. ഉങ്ങളുടെ വ്യാധി എന്നാ? വ്യാധി അല്ലല്ലോ ആടറെ, ആദിയാണ്. 3 ദിവസമായി കളിക്ക് ടിക്കറ്റ് കൊടുത്തിട്ട് ഇതേവരെ പെട്ടി എത്തിയില്ല. എണ്ണി പറയുകയാണെങ്കിൽ ഇന്നലെ വരെ 100-150 പേരുടെ ഇടിയും ഒരു 10-20 തൊഴിയും നല്ല പടക്കം പൊട്ടുന്ന മാതിരി 10-500 പെണ്ണുങ്ങളുടെ ആട്ടുതുപ്പും കിട്ടി. ഇന്നിതാ ഒരു കൊട്ടക കത്തിക്കാനുള്ള ശ്രമത്തില. കയ്യെ കുഞ്ഞം കാട്ടുക. എന്തിനാ കയ്യ് വെട്ടാനാ? എന്നാ അത് കൂടി നടന്നോട്ടെ. അല്ല, ഇന്ന് നടക്കും. കൊട്ടക കത്തിക്കലോ? അല്ല യസ്മ, കളി നടക്കും. അതെയോ? ഉറപ്പാണ്? ഉറപ്പ്. നമ്പിക്കലാന്നാ? നമ്പിക്കല. ഇന്ന് മുതൽ നല്ല കാലം വരും. നല്ല കാലം വന്നുള്ളേയും വേണ്ടിയില്ല, പെട്ടി എത്തിയാ മതി. പെട്ടിയും വരും. ഞാനാണയിട്ടാൽ എന്റെ അണ്ണാ. തൊഴുതിട്ടാ വരുന്നത്. അതല്ല, മുതലാളിയെ തൊഴാൻ. എന്താ പാർവതി, സുഖം തന്നെ? അച്ഛൻ நல்லா இருக்கா? പോയിക്കോ. டேய் வழிய விடுங்கடா, പോയിക്കോ. വക്കീല്, ആ കുട്ടി നന്നായിട്ടുണ്ടല്ലോ. എല്ലാം ചെട്ടിയാരുടെ വെപ്പാട്ടികളാ. ഓരോ ബന്ധവും പറഞ്ഞ് കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുക. വലിയ വലിയ അതിഥികൾ പലരും എത്താറുണ്ട് ഇവിടെ. ദാനശീലനാ പൊന്നിച്ചട്ടി. അമ്പലത്തിനും പള്ളിക്കും നേർച്ചക്കാശ്, പാർട്ടികൾക്ക് പിരിവ്, വൻ തുകകളാ. നാട്ടുകാർക്കെല്ലാം അറിയാം ഈ വീടിനെ പറ്റി. പക്ഷെ നാവനക്കത്തില്ല. എല്ലാവരും പൊന്നിച്ചട്ടിയുടെ കടക്കാരാ. നായരുടെ പേര് പറഞ്ഞ് വക്കീലും ക്രിസ്ത്യാനിയുടെ പേര് പറഞ്ഞ് ചാക്കോയും പാടം തുണ്ട് തുണ്ടാക്കി ചെട്ടിയാർ കടിയറ വെച്ചു. സർക്കാർ റേഷൻ കടകൾ തുറന്നു. പക്ഷെ റേഷനൊക്കെ ചെട്ടിയാരുടെ ഗോഡൌണില. ഒന്നും പറയണ്ട എന്റെ ശൗരി. ഇനി ഇപ്പോഴത്തെ ഭരണം എന്തൊക്കെയാണാവോ ചെയ്യാൻ പോകുന്നത്? ഒന്നും അറിഞ്ഞുവിടാത്തവൻ എന്തുമാകാമല്ലോ. MD നീയായിരുന്ന പേടിച്ചു പോയല്ലേ? എന്ത് ഇപ്പൊ വെറുതെ ഇരിക്കാണോ? ഇപ്പഴല്ല, കുറച്ച് ദിവസമായിട്ടോടെ വെറുതെ ഇരിക്കുക. എന്നാ കുറച്ച് കരിയിലക്കി കൊണ്ടുപോവാ. എന്താ നിന്റെ അസുഖം? നിയമം നിയമം നിയമം. അങ്ങനെ ഒരു അസുഖമുണ്ടോ? അങ്ങനെ ഒരു രസമുണ്ട്. നിന്റെ പേരിന്റെ അറ്റത്തുള്ള ഈ ബിരുദം MD കരിതേച്ച് മാച്ചുകളാ. അയ്യടാ, മാച്ചുകളാനെ. അതെന്റെ ബിരുദമല്ലാന്ന് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. അതെന്റെ ഇനീഷ്യലാ, MD. മടത്തിൽ ദാമോദരൻ. ദാമോദരൻ എന്ന് പറയുന്ന എന്റെ അച്ഛനാ. എടാ മടത്തി മരങ്ങോടാ. ഇനി ഇതൊന്നും പറഞ്ഞാൽ നടക്കത്തില്ല. പഞ്ചായത്തിൽ നിന്ന് ആള് വരുന്നുണ്ട് അന്വേഷിക്കാൻ. ഈ ബോർഡിന്റെ സ്ഥാനത്ത് നിന്നെ അവര് കെട്ടി തൂക്കും. പിന്നെ ഞാൻ അറിയാത്തൊരു പഞ്ചായത്ത്. നീ അറിയാത്തൊരു പഞ്ചായത്ത്. എടാ ഭരണം മാറി, ഹെൽത്ത് ഇൻസ്പെക്ടറാ വരുന്നത്. ഈ ബിരുദം കരിതേച്ച് മായ്ച്ചാൽ നിന്റെ ശരീരം കരിക്കട്ടാകാതിരിക്കും. ഇല്ലേ ഞാൻ തന്നെ വരും നിന്നെ പൊക്കി കരിതേച്ച് ഇവിടെ തൂക്കാൻ. പിന്നെ ചികിത്സക്ക് എങ്ങനെയുണ്ട് വൈദ്യരെ? വൈദ്യരെ വിളിക്കുന്ന പണ്ടേ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പണ്ടായിരുന്നില്ലേ, ഈ അടുത്ത കാലത്ത് പറഞ്ഞിട്ടില്ലല്ലോ. കരിയിലക്ക് കരിയിലക്ക്. അപ്പൊ മായ്ക്കേണ്ടി വരുമല്ലേ? മായ്ക്കും. നമസ്തേ ടീച്ചർ. നമസ്തേ. പിള്ളേരെ, കുഞ്ഞമ്മോ, കഥയച്ചടിച്ച് വന്നിട്ടുണ്ടല്ലോ. നിഴലിനെ വരിച്ച പെൺകുട്ടി.
കണ്ടില്ലായിരുന്നോ? ഇല്ല, അച്ചടിക്കൊന്ന് എഴുതിയിരുന്നു. കൊള്ളാം കേട്ടോ, ഞാൻ വായിച്ചു. ഞങ്ങളെ പറ്റി കുറച്ചുകൂടിയൊക്കെ എഴുതായിരുന്നു. ചരിത്രമേറെ പറയുന്ന വീട്ടിൽ ജനനം, ചാരിത്രത്തിന് കാവലായി വാളൂങ്ങി ജീവിച്ച കാരണവന്മാരും. ആദ്യത്തെ ഓർമ്മ ആയിരപ്പറ പാടത്താണ്. ഉഴലിനും നടിയലിനും കൊയ്ത്തിനും മെതിക്കുമിടയിൽ ശൗരിയോടൊപ്പം കളിച്ചു നടന്ന കാലം. ഇവൻ ഏതാ? നമ്മുടെ പാപ്പിയുടെ മോനാ. കഴിച്ചോടാ. നായിക്കും നസ്രാണിക്കും പ്രസാദം കൊടുക്കരുതെന്ന് ആ ചൊല്ല്. ആര് ചൊല്ലുന്ന? ഏതെങ്കിലും ഒരു ശുംഭം പറഞ്ഞു കാണും. തലമുറകൾ ഏറ്റു ചൊല്ലുന്ന വിവരക്കേടിനാ പഴഞ്ചൊല്ലെന്ന് പറയുന്നത്. കുഞ്ഞുങ്ങൾക്ക് എന്തോന്ന് ജാതി. അവര് പ്രസാദിച്ചാലേ ഈശ്വരൻ പ്രസാദിച്ച പോലെ. ദുർവാശിയുള്ള പരദേവതകൾ ശപിച്ചു കാണും. നാട്ടുകാർക്ക് അന്നമൂട്ടി അറയൊഴിഞ്ഞ വീട്ടിൽ നിലവിളക്ക് കത്തിച്ച് നെടുവീർപ്പിട്ടു യൗവനം. കേട്ടോ പാപ്പി, അമ്മൂമ്മ പണ്ട് പറയുമായിരുന്നു, തനിക്ക് താനും പെരയ്ക്ക് തൂണുവെന്ന്. അന്നേ നോക്കിക്കണ്ട് കുറെയൊക്കെ അറ മാറ്റിയിട്ടിരുന്നെങ്കിൽ ഇന്ന് ഭിക്ഷ ചോദിക്കാതെ കഴിയാമോ. ആറ്റി കളഞ്ഞാലും അളന്നു കളയണമെന്ന്. ഏമാന് നല്ലതേ വരൂ. കർത്താവിന്റെ മുഖമായ മോന്. കുരിശിലേറ്റുവോ പാപ്പി? കുരിശിലേറ്റിയാലും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമല്ലോ കർത്താവ്. ശൗരി, തേവാരപ്പുരയിൽ കരിവിളക്ക് കത്തിച്ച് നെടുവീർപ്പുകൾ താമസിക്കുന്ന വീട്ടിലേക്ക് മടങ്ങുമ്പോൾ മനസ്സിനറിയാവുന്ന നാട്ടുവഴിയിൽ വല്ലപ്പോഴുമെങ്കിലും പാപ്പിച്ചേട്ടൻ്റെയും ശൗരിയുടെയും നിഴലുകൾ എനിക്ക് കൂട്ടുവരാറുണ്ട്. നാടുറങ്ങുമ്പോൾ ആരും കേൾക്കാതെ അത്താഴ ഭക്ഷണിക്കാരുണ്ടോ എന്ന് ചോദിച്ച് പടിപ്പുരയടച്ച് മാളിക മുകളിലെ മൂടലിൽ ചേക്കേറും ഞാൻ. മനസ്സിൽ മംഗല്യം തുടികൊട്ടും. വളവര വെച്ച് വള്ളമൂന്നി നീങ്ങുന്ന ശൗരിയുടെ നിഴലുദിക്കും. കണ്ണടച്ച് ആ നിഴലിനെ വരിക്കും ഞാൻ. ഞങ്ങളെ ഉണർത്താൻ ഉദയം ഒരിക്കലും വരാതിരുന്നെങ്കിൽ. എന്തിനു പോകുന്നെന്നോ എങ്ങോട്ടെന്നോ ഒരു രൂപവുമില്ല. ആരോടും ഒന്നും മിണ്ടിയില്ല. കൂടെ ഉള്ളവരെല്ലാം ജോലി തേടി നാട് വിട്ടവരാണെന്ന് മാത്രം മനസ്സിലായി. ഏതോ ഒരു രാത്രിയിൽ വീണ്ടും പത്യമാരിൽ നിന്ന് കടലിലേക്ക് എടുത്തെറിഞ്ഞു. നീന്തി തളർന്ന് കരക്കടിഞ്ഞു. കൂടെയുള്ളവരെല്ലാം ഓരോ വഴിക്ക് പോയി. ഞാൻ എൻ്റെ വഴിക്കും. കരിക്ക് വെട്ടിവെക്കുന്ന റഹ്മാനിക്കയുടെ സഹായത്താൽ സിംഗപ്പൂരിലെ മിലിറ്ററി ഹോസ്പിറ്റലിൽ ടീ ബോയ് ആയിട്ട് ജോലി കിട്ടി. കള്ളപ്പേരിൽ ഇത്രയും നാൾ ജീവിച്ചു. പേടിച്ചിട്ടാ കത്തയക്കാതിരുന്നത്. പോലീസ് പിടിച്ചാലോ. വീട്ടിലേക്ക് ഞാൻ കൊടുത്തയച്ച കാശൊന്നും അവിടെ കിട്ടിയിട്ടില്ലെന്ന് വാസു പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. സാറാക്കുട്ടിയെ കെട്ടിച്ചയക്കാൻ വന്നതാ. കല്ലറ മണിയാനാ വിധി. എന്റെ പെങ്ങളെ അമ്മച്ചി നോക്കില്ല പറഞ്ഞു കുഞ്ഞ്. പാപ്പിച്ചേട്ടൻ മരിച്ചതും ശൗരി പോയതും ഒക്കെ ഞങ്ങൾ കാരണമാണെന്നും പറഞ്ഞ് പിണങ്ങി നടക്കുകയായിരുന്നു സാറേയും അറിയിച്ചെടുത്തേയും. അടുക്കാൻ എത്ര നോക്കിയിട്ടും അടുത്തില്ല. എഴുതി അറിയിക്കാൻ ശൗരിയുടെ വിലാസവും ഇല്ല. വീട്ടിലെ പ്രശ്നങ്ങളാണെങ്കിൽ അതിലേറെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. സാരമില്ല പറഞ്ഞു കുഞ്ഞ്. മനസ്സ് നന്നങ്ങ് പറഞ്ഞു പോയതാ. ആ ചെട്ടിയാരെ കയ്യിൽ നിന്ന് ഞങ്ങളുടെ വീട് ഒഴിപ്പിച്ചെടുക്കണം. അതുവരെ കാണും ഞാനിവിടെ. അത് കഴിഞ്ഞ പോവും. തിരിച്ചു പോകണം. ജീവിക്കാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല. ആത്മഹത്യ ചെയ്യുന്നത് ആണത്തമല്ലാത്തതുകൊണ്ട്. പോകരുത് ശൗരി, ഇനി എങ്ങും പോകരുത്. മറ്റാരുമില്ല ഞങ്ങൾക്ക്. കഥ വായിച്ചില്ലേ? വായിച്ചു. വായിച്ചേ ഉള്ളൂ. എന്നെ കണ്ടില്ലേ? പാർവതി കുഞ്ഞെ, ഇവിടുന്ന് പോകരുത്.